ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കിടിലൻ ടിപ്പുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും പ്രശ്നമാണ് നമ്മുടെ കറി വെക്കുന്ന ചട്ടി, മൺചട്ടി പൂത്ത് പോകുക എന്നുള്ളത് അല്ലേ? അപ്പോൾ അതിന് നല്ലൊരു പരിഹാര മാർഗ്ഗമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചട്ടി ഞാൻ ഉപയോഗിക്കാതെ, ഈ ഒരു 2 ചട്ടിയും ഞാൻ ഉപയോഗിക്കാതെ വെച്ചിട്ട് ഏകദേശം 2 മാസത്തോളമായി ട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ടിപ്പ് ഈ ഒരു ചട്ടിയിൽ പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ അത് നന്നായി സക്സസ് ആയിട്ടുണ്ട്. ഒട്ടും പൂപ്പൽ വന്നിട്ടില്ല. അതേ ടൈമിൽ വെച്ച് ഈ ഒരു ചട്ടിയിലാണെങ്കിലോ ആകെ പൂപ്പലാണ്. പൂപ്പലും മാറാലൊക്കെ വന്നിട്ടുണ്ട് ട്ടോ. ഒന്നുകിൽ നമ്മൾ വീട് 2 ദിവസം അടച്ചിടുകയാണെങ്കിൽ നമ്മുടെ ചട്ടി ഒന്നാകെ പൂത്തിട്ടുണ്ടാവും. അതും അല്ലെങ്കിൽ നമ്മൾ 2 ദിവസം മൺചട്ടിയിൽ കറി വെച്ചിട്ടില്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം നമ്മൾ എടുക്കുമ്പോഴേക്കിനും നമ്മുടെ ചട്ടി നന്നായിട്ട് തന്നെ പൂത്തിട്ടുണ്ടാവും ട്ടോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കിടിലൻ ടിപ്പുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പൂപ്പൽ പിടിച്ചിട്ടുള്ള ആ ഒരു ചട്ടി എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നുള്ള ഒരു മെത്തേഡാട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതാ ഇതേപോലത്തെ ഒരു തുണി ഉപയോഗിച്ചിട്ട് നമ്മുടെ ഒരു ലിക്വിഡ് വാഷിൽ നന്നായിട്ട് തന്നെ ഡിപ്പ് ചെയ്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഉരച്ച് കൊടുക്കട്ടെ. ചട്ടിയുടെ എല്ലാ ഭാഗത്തും ആ ഒരു ലിക്വിഡ് എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്തും കൊണ്ട് തന്നെ ഉരച്ച് കൊടുക്കുകയാണ് ചെയ്യാറ്. എന്നിട്ട് നമ്മുടെ നോർമൽ വാട്ടറിൽ നന്നായിട്ട് തന്നെ ഒന്ന് വാഷ് ചെയ്തെടുക്കും ട്ടോ. അപ്പോൾ ഈ ഒരു പൂപ്പലൊക്കെ നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് വളരെ ദോഷമുണ്ട് നമ്മുടെ ഹെൽത്തിന്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ അതാ ആ ഒരു തുണി ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകി എടുത്തിട്ട് വീണ്ടും ഞാൻ ഇതേപോലെ ആ ഒരു ലിക്വിഡ് വാഷിൽ വീണ്ടും ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും ഇതേപോലെ ഉരച്ച് കൊടുക്കാറ് ട്ടോ പതിവ്. ഉരച്ച് കൊടുക്കുന്നത് ട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്തിട്ട് ഉരച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഞാൻ വീണ്ടും നന്നായിട്ട് തന്നെ നല്ല വെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ വാഷ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ആ ഉരച്ച് കൊടുത്ത ആ ഒരു തുണിയും നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ അതാ നന്നായിട്ട് തന്നെ വാഷ് ചെയ്ത ശേഷം ഞാൻ ഇനി ഇതിലോട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക ട്ടോ. എങ്കിലേ നമുക്ക് ചെറിയൊരു സംതൃപ്തി ഉള്ളൂ ട്ടോ. നമ്മുടെ ഈ ഒരു പൂപ്പൽ നമ്മുടെ ശരീരത്തിൽ എത്തുന്നില്ല എന്നുള്ള നേരിയൊരു ആശ്വാസത്തിന് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ട്ടോ. അപ്പോൾ അപ്പോൾ ഈ ഒരു പൂപ്പൽ നമ്മുടെ ഹെൽത്തിന് ധാരാളം ദോഷങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് ആ പൂപ്പൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എനിക്ക് തോന്നിയ ഈ ഒരു ടിപ്പ് ഉപയോഗിച്ചപ്പോൾ നന്നായിട്ട് തന്നെ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് ഞാനൊരു വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് കരുതിയത് ട്ടോ. അപ്പോൾ അത് തിളച്ച വെള്ളത്തിൽ കഴുകിയ ശേഷം വീണ്ടും ഞാൻ നന്നായിട്ട് തന്നെ സാദാ വെള്ളത്തിൽ കഴുകി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു ചട്ടിയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വാർത്തെടുക്കണം ട്ടോ. അപ്പോൾ ഞാനിത് പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് അതിലുള്ള വെള്ളമൊക്കെ ഒരു കോട്ടൺ ടവൽ ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ റിസ്ക് ഒന്നും ഇല്ലാത്തൊരു ടിപ്പാണ് ട്ടോ. ഞാൻ പരീക്ഷിച്ച് നോക്കിയത്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ എപ്പോഴും സുലഭമായിട്ടുള്ള 2 ഐറ്റാണുള്ളത്. ഈ ഒരു ഉപ്പും വെളിച്ചെണ്ണയും. അപ്പോൾ അതാണ് ട്ടോ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയത്. അപ്പോൾ അതാ ഞാൻ അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് ഈ രണ്ടും കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു മിശ്രിതം നമ്മുടെ ഈ ഒരു പോട്ടിൻ്റെ ഉൾഭാഗം മുഴുവൻ ഇതേ രീതിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എങ്കിലേ നമ്മുടെ എല്ലാ ഭാഗത്തും എത്തണം ട്ടോ. എങ്കിലേ നമുക്ക് പൂപ്പൽ വരാതിരിക്കുള്ളൂ. അപ്പോൾ അതാ 2 മാസം മുമ്പ് നമ്മൾ അപ്ലൈ ചെയ്ത് വെച്ച ചട്ടിയാണ് ട്ടോ ഇത്. അപ്പോൾ എൻ്റെ കയ്യിൽ കറി വെക്കാൻ പാകത്തിനുള്ള ഈ 2 ചട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് കരുതിയിട്ട് 2 മാസത്തോളമായിട്ട് ഞാൻ ഈ ഒരു ചട്ടി ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഞാൻ കുക്കറിലൊക്കെ ആയിരുന്നു ട്ടോ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ഈ ഒരു 2 ചട്ടിയുടെയും വ്യത്യാസം നിങ്ങൾക്കൊന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടതാണ് നന്നായിട്ട് തന്നെ പൂപ്പൽ പിടിച്ചത്. ഈ ഒരു ചട്ടി നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് ട്ടോ. അപ്പോൾ അത് ഈ ഒരു ചട്ടി നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഈ ഒരു ചട്ടി നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത ശേഷം ഇതേപോലെ ഞാൻ മലർത്തി വെക്കട്ടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. കമഴ്ത്തി വെക്കുകയാണെങ്കിൽ അതിലുള്ള ആ ഒരു ഉപ്പിൻ്റെയും വെളിച്ചെണ്ണയുടെ ഒക്കെ മിശ്രിതം താഴെ പോയിട്ട് നമ്മുടെ ചട്ടി നന്നായിട്ട് തന്നെ ഡ്രെയിൻ ആയിട്ട് വീണ്ടും പൂപ്പൽ വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഇതേപോലെ മലർത്തി വെച്ചിട്ടാണ് 2 മാസം സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ചട്ടിയൊക്കെ ഇതേപോലെ മലർത്തി വെക്കുന്ന സമയത്ത് അതിൻ്റെ താഴ്ഭാഗമൊക്കെ നന്നായിട്ട് തന്നെ വിണ്ടുപോകാനും ക്രാക്ക് വീഴാനൊക്കെ ചാൻസ് ഉണ്ട് ട്ടോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചട്ടിയുടെ താഴ്ഭാഗത്ത് ഒരു തരിക വെച്ച് കൊടുക്കുക. തരിക എന്ന് പറഞ്ഞാൽ ഈ ഒരു വട്ടാണ്. അപ്പോൾ ഇത് ഇല്ല എങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു കറി പോട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേണം നമ്മൾ മൺചട്ടി സൂക്ഷിക്കേണ്ടത് ട്ടോ. അപ്പോൾ മൺചട്ടി എപ്പോഴും നമ്മൾ കറി ഉണ്ടാക്കിയിട്ട് വെക്കുമ്പോഴും ഇതേപോലെ ഒരു തട്ടോ അല്ലെങ്കിൽ കറിപ്പോട്ടോ വെച്ചിട്ട് വേണം നമ്മൾ കറിച്ചട്ടി വെക്കേണ്ടത് ട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ മൺചട്ടി കൂടുതൽ കാലം നമുക്ക് ഒരു കുഴപ്പമില്ലാതെ സൂക്ഷിക്കാൻ കഴിയും ട്ടോ. കൂടുതൽ ലാസ്റ്റ് ചെയ്യും.
അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ ഈ ഒരു കഴുകുന്ന സമയമൊക്കെ നമുക്ക് ലാഭം കിട്ടും ട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഉപയോഗിക്കുക. 100% സക്സസ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.